ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം. ഈ സ്ഥലം കണ്ടപ്പോൾ ഒരുവിധപ്പെട്ടുള്ളവർക്കൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയാം. മനസ്സിലായോ എല്ലാവർക്കും ഇത് എവിടെയാണെന്ന്? അതെ, ഇത് വാഗമണ്ണാണ്. ഞാനും പോയി അങ്ങനെ വാഗമണ്ണിൽ. എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ വാഗമണ്ണിൽ പോകുന്നത്. ഞാൻ അങ്ങനെ പോയിട്ടില്ല. എൻ്റെ അമ്മയും ഫസ്റ്റ് ടൈമാണ്, ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈമാണ്. കാര്യം നാട്ടിൽ വന്നതിന് ശേഷം വാഗമണ്ണൊന്ന് കാണാൻ പോകണമെന്ന് വലിയ അതിയായ മോഹമായിരുന്നു. പക്ഷെ ചെന്നപ്പോഴോ ദൈവമേ, ഒടുക്കത്തെ വെയിലും. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സമയം തെറ്റിയിട്ടാണ് ചെന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുന്നേ വാഗമണ്ണും കാണണമല്ലോ. അതുകൊണ്ട് നമ്മളുള്ള ടൈമിൻ്റെ പരിമിതി വെച്ച് ഞങ്ങൾ വാഗമണ്ണ് കാണാൻ ഇറങ്ങി. എൻ്റെ കൂടെ 2 കുട്ടിപ്പട്ടാളങ്ങളുണ്ടേ. അപ്പോൾ ഇതിനൊക്കെ കൊണ്ട് പോകണ്ടേ. എല്ലാത്തിനും ഒരുക്കിയൊക്കെ റെഡിയാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും സമയവും കഴിഞ്ഞ്. എന്നാൽ വാഗമണ്ണ് കാണാതിരിക്കാനും വയ്യ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയില്ലേ, കണ്ടിട്ട് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ നടക്കും കേട്ടോ. നല്ല ചൂടുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും നിന്ന് കരിഞ്ഞു പോകുമെന്ന് മനസ്സിലായതുകൊണ്ട് കണ്ടവരെല്ലാം പയ്യെ പെട്ടെന്ന് തന്നെ എല്ലാവരും പോകാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം നല്ല ചൂടുണ്ട് അവിടെ. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെയല്ലേ ഈ വീഡിയോയിൽ കാണുന്നത്, നമുക്ക് നിൽക്കാൻ ഇവിടെ പറ്റത്തില്ല. പിന്നെ നമുക്കൊന്ന് കാണണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ വരെ എത്തിയല്ലോ എന്ന് കണ്ടിട്ട് തന്നെ ഇറങ്ങാമെന്ന് കരുതിയത്. ഇതാണ് മൊട്ടക്കുന്ന്. ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടില്ല, വാഗമണിൻ്റെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് പോയത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ ചില സൈഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ നല്ല പച്ചപ്പായിട്ടിരിക്കുന്ന. ബാക്കിയെല്ലാം ഒരുവിധം എന്താ പറയേണ്ടത്, ഈ വെയിൽ കാണാൻ കുറേയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ആ സൈഡൊന്നും നമുക്ക് നിൽക്കാനേ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ എന്താ പറയുന്നത്, കുറേ ആർട്ടിഫിഷ്യലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇരിക്കാൻ കുറച്ച് ഇടങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഒരുപാട് പേർക്കൊന്നും നമുക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ഈ സിബ് ലൈനൊക്കെ വരുന്ന ഭാഗത്ത് കുറേയൊക്കെ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞിടപ്പുണ്ട്. പക്ഷേ അത് നല്ല ഭംഗിയാണ് കേട്ടോ. അതാണ് സിബ് ലൈൻ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പോയിൻ്റ്. പക്ഷേ ഇത് വരുന്നത് ഈ കുന്നിൻ്റെ അപ്പുറത്തെ കുന്നിലേക്കാണ് ഈ സിബ് ലൈൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നടന്നു വരേണ്ട. ഒരാൾക്ക് 400 രൂപയാണ്. ഇതിൽ നിന്ന് നല്ല അതിശയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സിബ് ലൈനിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് തരും. അതായത് ഡ്രോണിൽ റെക്കോർഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അതിന് ഒരാൾക്ക് 350 രൂപ വെച്ചാണ്. പക്ഷേ നമ്മൾ എല്ലാത്തിനും റെഡിയായിട്ട് നിൽക്കണം. അതിന് കുറച്ച് മുന്നേ ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തരും. നമുക്ക് ഓക്കെ ആണെങ്കിൽ കയറാം. ഞാനത് കയറി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. എന്നാലും ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാൻ നോക്കുക. കാരണം ഒരു ലേക്ക് കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തെ വ്യൂ പോയിൻ്റ് ചെല്ലുമ്പോഴത്തേക്കും ഈ ബെൽറ്റ് ചെറുതായിട്ടൊന്ന് ഷേക്കാവും. അപ്പം നമ്മൾ വിചാരിക്കും എന്താ ഇതെല്ലാം പൊട്ടി അങ്ങ് വീണെന്ന്. പക്ഷെ അങ്ങനെയല്ല, അത് ഇറങ്ങുന്ന സമയത്തൊരു ചെറിയൊരു ഷേക്ക് ഉണ്ടാവും. നമുക്ക് തുടക്കത്തിൽ ഇൻസ്ട്രക്ഷൻ തരും. പിന്നെ ഇതാണ് ഓൾ ഓഫ് വ്യൂ വരുന്നത്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ അത് സിബ് ലൈൻ ഇരുന്നപ്പോഴാണ് എല്ലാം മനസ്സിലായത്. ഇനി ഒരാളെ പരിചയപ്പെടുത്തി തരാം ഞാൻ. ഇതാണ് ജെൽസ. ഇതാണ് അവിടെ നിന്നൊരു കുതിരയാണ് കേട്ടോ. ഒരാൾക്ക് 150 രൂപയാണേ. പക്ഷെ പാവമാണ് കേട്ടോ ആൾ. നമ്മൾ കാണുന്നതൊക്കെയല്ലേ. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഊട്ടി പോയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഹോഴ്സ് റൈഡിങ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഭയങ്കര പേടിയായതുകൊണ്ട് അന്ന് പറ്റിയില്ല. ആളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പുള്ളി പറഞ്ഞു. എങ്ങനെ ഇത് ഇപ്പം എവിടെ തൊട്ട് എവിടെ വരെയൊക്കെയാണ് ഈ സവാരിക്ക് കൊണ്ടുപോവുക? കൊണ്ടുപോയിട്ട് തിരിച്ച് ഇതൊക്കെ എപ്പോഴൊക്കെ കാണും? നമ്മൾ രാവിലെ കാണുമോ അതോ 9 മണി തൊട്ട് 12 മണി വരെ അല്ലേ? അത് കഴിഞ്ഞ ശേഷം പിന്നെ 3 മണിക്കോ? 3 മണിക്ക് കൊണ്ടുവരും. ശരി. അപ്പോൾ ആ ടൈം വരെ ഇവിടെ കുതിര കാണും. 6 മണിയാകുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ കേട്ടല്ലോ. ഞാൻ ഇതായിരുന്നു പോകുന്നു. എനിക്കൊരു ഡൗട്ടുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചരിഞ്ഞു പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും വാഗമണ്ണി വരുന്നവർ ജെൽസയെ കണ്ടിട്ടേ പോകാമല്ലോ കേട്ടോ. ജെൽസ ഒരു പാവം കുതിരയാണ്. ഒരാൾക്ക് 150 രൂപയാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കയറി വെക്കുക. പുള്ളിയെടുത്ത് പറഞ്ഞ് പുള്ളി വീഡിയോ പിടിച്ച് തരും കേട്ടോ. അതുപോലെ ജെൽസ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം, അതായത് ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ജെൽസ വിളിച്ച് കഴിഞ്ഞാൽ ജെൽസ വരാം. അപ്പോൾ ജെൽസയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊക്കെ ജെൽസയെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഓണറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫംഗ്ഷൻ ആവും. അടുത്തതായിട്ട് നമ്മൾ പോകുന്നതാണ്, ഇതാണ് പൈൻ വാലി. പൈൻ വാലി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നിങ്ങൾക്ക് നിങ്ങളല്ലേ കാറിലോ ഒക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് ഏരിയ അവിടെ സെപ്പറേറ്റ് ഉണ്ട്. ഒരാൾക്ക് 30 രൂപ വെച്ചാണ് അവിടെ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പൈൻ വാലി തുടങ്ങുന്ന സ്റ്റാർട്ടപ്പ് തൊട്ട് എൻഡ് വരെ ഇതേപോലെ കടകളാണ് കേട്ടോ. ഒത്തിരി ചോക്ലേറ്റ്സും ടോയ്സും
പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്, ഗേൾസിനൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ എന്താ പറയേണ്ടത്, എനിക്കിവിടെ നിന്നൊന്നും വാങ്ങാനൊന്നും അങ്ങനെ തോന്നില്ല. പക്ഷേ ഇതിനകത്ത് എന്നെ കൗതുകമായിട്ട് കണ്ട ഒരു കാര്യം എനിക്കെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും യാത്ര പോയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് വയ്ക്കുന്നത് എന്തായിരുന്നു, ഫോട്ടോസായിരിക്കും. അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഫോണൊക്കെ ഒന്ന് ചീത്തയായി പോയി കഴിഞ്ഞാൽ നമ്മളിന്ന് ആ മെമ്മറിയൊക്കെ നഷ്ടപ്പെട്ടു പോകല്ലേ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ടെന്ന്, കണ്ടില്ലേ, ഇഷ്ടംമാതിരി ഉണ്ട്. ഇവിടെ എന്താ പറയേണ്ടത്, തേയിലയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തേയില ഫാക്ടറിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കാം. ഒരുപാട്. പക്ഷേ ഒരെണ്ണത്തിന് ഈ ചോക്ലേറ്റ്സിനൊക്കെ അവർ പറയുന്ന റേറ്റൊക്കെ ഇത്തിരി ജാസ്തിയാണ് കേട്ടോ. പലയിടത്തും പല റേറ്റാണ്, ഫിക്സ്ഡ് റേറ്റൊന്നുമല്ല അവർ പറയുന്നത്. പലപ്പോഴും പലതൊക്കെയാണ്. ഞങ്ങൾ ആദ്യം ഒരു കടയിൽ ചോദിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ അവിടെ വേറൊരു വിലയാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ അത്ര ഇതും ഇല്ലായിരുന്നു. കാര്യം ഊട്ടിയിൽ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്നാണ് ഞങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തത്. പക്ഷേ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ജാസ്തിയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ വെച്ച് ഇവിടുന്ന് മേടിക്കേണ്ട, എപ്പോഴെങ്കിലും ഊട്ടി പോകുമ്പോഴത്തേക്കും അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ 2 കുരുപ്പുകളും കൊണ്ട് എനിക്ക് നടക്കുമായിരുന്നു. ഇതാണ് എൻ്റെ അമ്മ, അതിരിക്കുന്നതാണ് എൻ്റെ സെക്കൻഡ് ബേബി ഇവു. അമ്മേൻ്റെ അടുത്ത് പറയാണ്, ഇവിടുന്ന് ഓൾമോസ്റ്റ് എല്ലാ കടയും ഒരേപോലെ ഇരിക്കുന്നല്ലേ, എല്ലാ സാധനങ്ങളും അതേ കണക്ക്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. എല്ലാം ഒരു കടകളിൽ ഒരേ കണക്കുള്ള സാധനങ്ങളും ഒരേ കണക്കുള്ള രീതികളൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞു വന്നപ്പോഴാണ് ഇതിൻ്റെ എൻഡ് എത്താറായി. എൻഡിൻ്റെ അവിടെയാണ് നമ്മളിതിൻ്റെ എവിടെയും വന്നൊരു ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ റേറ്റ് എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല, നമുക്ക് എത്രയാണെന്ന് എനിക്ക് ക്ലിയർ ആവുന്നില്ല. പക്ഷേ എന്നാലും ഏകദേശമൊക്കെ എത്താറായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹോട്ടലും കാര്യമുണ്ട്, ഒരു ലോഡ്ജുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ ഇതിൻ്റെ എൻഡിങ് പോയിൻ്റ് എത്തുന്നത്. ഏകദേശമൊക്കെ എത്താറായി. ഇതെല്ലാം ടോയ് സെക്ഷനാണ് കേട്ടോ, ഇത് ഫുള്ളും. നമുക്ക് ഇപ്പോൾ ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട്. എന്നാണ്ട് ഇവിടെയാണ് പൈൻ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് റേറ്റും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാണ്ടേ എന്താ അല്ലേ, ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ മെമ്മറീസ്, അത് പറഞ്ഞിടക്കാണ്. ഇതുണ്ട് അവിടെയാണ് നമ്മൾ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പം ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പക്ഷേ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എടുത്തു തരും കേട്ടോ. നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനതൊന്ന് എടുത്തു. നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കണം. കാര്യം ഭയങ്കര സ്ലോപ്പാണ്. അപ്പം നമ്മളിവിടെ നടക്കുമ്പോൾ നന്നായിട്ട് തെറ്റിപ്പോവും. അതുകൊണ്ട് എല്ലാവരൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചൊക്കെ ആയിരിക്കണം പോകേണ്ടത്. ഇതിവിടുത്തെ കുറച്ച് ബേഡ്സിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയൊക്കെ പോകാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ, നമ്മൾ കുറച്ച് സൂക്ഷിച്ചായിരിക്കണം പോകേണ്ടത്. കാലൊന്ന് തെറ്റി നേരെ താഴോട്ടം കിടക്കും. ഇതിൻ്റെ ഒരു എൻഡിൻ പോയിൻ്റ് ശരിക്കും പറയാനെന്നുണ്ടെങ്കിൽ താഴോട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പാടാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ പൈൻ ട്രീയുടെ ഇടയിൽ കൂടെയൊക്കെ നടത്തിയൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. കാര്യം മേലോട്ട് റോപ്പ് മാത്രമേ അവർ കിട്ടിയിട്ടുള്ളൂ. കാര്യം ഒരു പക്ഷേ കയ്യിൽ നിന്ന് ഈ റോപ്പിൽ നിന്നെല്ലാം കൈവിട്ട് കഴിഞ്ഞാൽ നേരെ താഴോട്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് റോപ്പൊക്കെ കിട്ടിയെങ്കിലും നിങ്ങൾ ഒന്നേ സേഫായിട്ട് നിൽക്കുന്നെങ്കിൽ ഇതിൻ്റെ ഏറ്റവും എൻഡിൻ്റെ ഭാഗത്ത് വളരെ നമുക്ക് ഗ്യാപ്പായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ താഴോട്ടൊക്കെ ഇറങ്ങി, ഞാൻ താഴോട്ടൊന്നും പോയില്ല കേട്ടോ, ഞാൻ മാക്സിമം മേളിൽ തന്നെ നിന്ന്. കാര്യം എനിക്ക് നല്ല പേടിയുണ്ടായതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ നിന്ന് ഇതെല്ലാം ആസ്വദിച്ചു. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് റോജർ സിനിമയിൽ നിന്ന് നമ്മൾ പുതുവെള്ളൈമഴി ആ സോങ്ങൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യും കേട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടും ക്യാമറയൊക്കെ നിങ്ങൾക്ക് അലോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് എക്സ്ട്രാ എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ അവിടെ വന്ന് ചോദിക്കുക. കാര്യം എനിക്ക് അതിനായിട്ടുള്ള പ്രത്യേകിച്ചൊന്നും എനിക്കത് കൂടുതലായിട്ട് ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട് നമുക്കൊരു ചായ കുടിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചായ കുടിക്കാനായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ തിരിഞ്ഞു കേട്ടോ. അങ്ങനെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ കാർ പാർക്കിംഗ് ഏരിയയിൽ തന്നെ ചായ കുടിക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിക്കുക ഇവിടെ നിന്ന്. തിരിഞ്ഞിറങ്ങാൻ നേരത്തെ സമയത്ത് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം തണുപ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ തണുപ്പൊന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇതിൽ കോമഡി ആയിട്ട് തോന്നിയ കാര്യം, ഞാൻ സിബ്ലൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഇവിടെ എപ്പോഴാണ് കോട ഇറങ്ങുന്ന ടൈമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഒരു 4 o'clock കഴിയുമ്പോൾ മാഡം നല്ലോണം കോട ഇറങ്ങുമെന്ന്. ഞാനതിപ്പോൾ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഒരു 4 o'clock കഴിയുമ്പോഴത്തേക്കും കോട ഇറങ്ങുമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഞങ്ങൾ ഏകദേശം പൈൻ വാലി കയറുമ്പോൾ തന്നെ ഏതാണ്ട് 5 o'clock അടുപ്പിച്ചായി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ഒരു 6 o'clock 6:30 എങ്കിലായി കാണും. അപ്പോഴൊന്നും ഒരു കോട പോയിട്ട് ഒന്നും കണ്ടില്ല കേട്ടോ.
അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്രോൾ പമ്പിൽ ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. കാര്യം ഞങ്ങളത് മാപ്പിൽ നോക്കിയപ്പോൾ പോലും ഇല്ല കേട്ടോ. പിന്നീട് അവിടെ ഒരു അടുത്തുള്ള കടയിൽ ഞങ്ങൾ ചോദിച്ചു ഇവിടെ പെട്രോൾ പമ്പ് എവിടെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല, ഇവിടെ കടയിലാണ് പെട്രോൾ കൊടുക്കുന്നതെന്ന്. നമ്മളിപ്പോൾ 107 രൂപ കൊടുത്ത് നമ്മൾ പെട്രോൾ അടിക്കുന്നുണ്ട്, 125 രൂപ കൊടുത്ത് നമ്മൾ എടുക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ, പക്ഷേ പെട്രോൾ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബൈ ബൈ. ഓക്കെ, സീ യു.